PowerPoint ട്യൂട്ടോറിയലിൻ്റെ സെക്കൻഡ് സെഷനാണിത്. ലാസ്റ്റ് വീഡിയോയിൽ പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും പ്രസൻറ്റേഷൻസിൽ സ്ലൈഡ് ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും പ്രസൻറ്റേഷൻ സേവ് ചെയ്യാനുമാണ് പഠിച്ചത്. ഇനി സ്ലൈഡ്സിലേക്ക് ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. അതിനായി ഞാനൊരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിൽ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് ഉള്ള ഈ ടെക്സ്റ്റ് ബോക്സിൽ എനിക്ക് എൻ്റെ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ തന്നെ ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് എനിക്ക് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് സ്ലൈഡ്സിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാനും സാധിക്കും. അതിന് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇൻസേർട്ടിൽ നിന്ന് ചൂസ് ചെയ്യുക. എവിടെയാണോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബോക്സ് വരേണ്ടത് അവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ടൈപ്പ് ചെയ്യുക. ആഡിങ് നോട്ട്സ് ടു എ സ്ലൈഡ്. നോർമൽ വ്യൂവിൽ സ്പീക്കറിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം നോട്ട്സ് വേണമെങ്കിൽ സ്ലൈഡ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് എവിടെയാണോ നമുക്ക് നോട്ട്സ് ആഡ് ചെയ്യേണ്ടത് ആ സ്ലൈഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നോട്ട്സ് പെയിനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോട്ട്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ടു ആഡ് നോട്ട്സ് എന്ന് കാണും. അവിടെ മാറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് നോട്ട്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആഡിങ് സ്ലൈഡ് നമ്പേഴ്സ്. സ്ലൈഡ്സിന് നമ്പർ കൊടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഞാൻ നേരത്തെ ചെയ്ത പ്രസൻറ്റേഷൻ എടുക്കുകയാണ്. ഇതിലിപ്പോൾ നമ്പറിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി എനിക്ക് സ്ലൈഡ് നമ്പേഴ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ടാബ് എടുക്കുക. അതിൽ ടെക്സ്റ്റ് ഗ്രൂപ്പിൽ സ്ലൈഡ് നമ്പർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടർ ഡയലോഗ് ബോക്സ് ഓപ്പണായി വരും. അതിൽ നിന്നും സ്ലൈഡ് ടാബ് എടുക്കുക. ഇനി സ്ലൈഡ് നമ്പർ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുക. അപ്ലൈ ടു ഓൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ സ്ലൈഡ്സിനും നമ്പറിങ് വരും. നിങ്ങൾക്കത് കാണാം. 1 2 3 4 5 6 7 8 ഇങ്ങനെ നിങ്ങൾക്ക് പേജ് നമ്പേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. ഇനി കറണ്ട് സ്ലൈഡിന് മാത്രമാണ് നിങ്ങൾക്ക് സ്ലൈഡ് നമ്പർ കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ അപ്ലൈ ടു ഓളിന് പകരം അപ്ലൈ എന്ന് മാത്രം കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? ഇനി ഫോർമാറ്റിംഗ് സ്ലൈഡ്സ്. സ്ലൈഡ്സിലുള്ള ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ അപ്പിയറൻസ് കുറച്ചുകൂടെ ബെറ്റർ ആകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കതിനെ ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, ഫോൺ ഫേസ് മാറ്റാം, ഫോൺ സൈസ് മാറ്റാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാം ഹോം ടാബിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആദ്യം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓരോന്നും അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി ബുള്ളറ്റഡ് ആൻഡ് നമ്പേർഡ് ലിസ്റ്റ്. കണ്ടൻറ് അടങ്ങുന്ന ഒരു ലേഔട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ബുള്ളറ്റഡ് ലിസ്റ്റ് ഓട്ടോമാറ്റിക്കലി വരും. അതിൽ നിങ്ങൾ കണ്ടൻറ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
ഓരോ തവണ എൻ്റർ അടിക്കുമ്പോഴും നിങ്ങൾക്ക് ന്യൂ പോയിൻറ്റ്സ് ആയിട്ടായിരിക്കും അത് വരുന്നത്. ഇനി ഈ സിമ്പിൾ മാറ്റി ബുള്ളറ്റ്സ് മാറ്റി മറ്റേതെങ്കിലും സിമ്പിൾ ഇടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാത്തിനും ഒരുപോലെ നമുക്ക് സിമ്പിൾസ് മാറ്റാം. ഇനി നമ്പേർഡ് ലിസ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്പർ ഫോർമാറ്റും കൂടെ കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്നുള്ളിടത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു, ബാക്ക് സ്പേസ് യൂസ് ചെയ്ത് ബുള്ളറ്റ് സിമ്പിൾ കളഞ്ഞു. ഇനി എനിക്ക് ഏത് നമ്പർ ഫോർമാറ്റാണോ വേണ്ടത് അത് ഞാൻ ടൈപ്പ് ചെയ്യാം. 1 2 3 എന്നാണ് എനിക്ക് വേണ്ടതെങ്കിൽ 1 ഡോട്ട് സ്പേസ്. ഇനി എനിക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം. രണ്ടാമത്തത് അവിടെ തനിയെ വന്നോളൂ. നമ്പർ ഫോർമാറ്റ് ഏതാണെന്ന് നമ്മൾ ഫസ്റ്റിൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എല്ലാ പോയിൻറ്റ്സിനും ഇതുപോലെ നമ്പറിങ് വന്നോളും. ഇതുപോലെ തന്നെ എ ഡോട്ട് സ്പേസ് എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ABCD എന്നായിരിക്കും എൻ്റെ നമ്പറിങ് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ സിംപ്ലി ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, മുകളിൽ നിങ്ങൾക്ക് വേണ്ട ഫോർമാറ്റ് അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ബുള്ളറ്റഡ് ആൻഡ് നമ്പർ ലിസ്റ്റ് പവർ പോയിൻറ്റിൽ ഇടുന്നത്. ഇനി ഡിസൈനിങ് പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷൻ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് തീംസ് അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ പ്രസൻറ്റേഷൻസ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകും. അതുപോലെ തന്നെ പ്രസൻറ്റേഷനിലുടനീളം ഒരു യൂണിഫോമിറ്റി ഉണ്ടാകും. അതിനായിട്ട് ഡിസൈൻ ടാബ് ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തീം സെലക്ട് ചെയ്യുക. പ്രസൻറ്റേഷനിലുള്ള എല്ലാ സ്ലൈഡ്സിലും ആ തീം അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, മറ്റേതെങ്കിലും ഒരു തീം അപ്ലൈ ചെയ്യാം. ഓക്കെ, 3 സ്ലൈഡിലും അതിൻ്റെ എഫക്റ്റ് വന്നു. ഇനി ഈ തീമിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിന് വേരിയൻസ് ഗ്രൂപ്പിൽ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കളേഴ്സോ ഫോൺസോ എഫക്ട്സോ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസോ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആഡിങ് ഓർ ഫോർമാറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസ്. ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസും നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യുകയും ഫോർമാറ്റ് ചെയ്യുകയും ചെയ്യാം. അതിനായിട്ട് ഡിസൈൻ ടാബിൽ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് വരുന്നത്: സോളിഡ് ഫിൽ, ഗ്രേഡിയൻറ്റ് ഫിൽ, പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ, പാറ്റേൺ ഫിൽ. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും. ഇതിൽ തീം അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ മറ്റൊരു പ്രസൻറ്റേഷൻ എടുത്തിട്ട് ഡിസൈൻ ടാബ്, ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട്, അതിൽ സോളിഡ് ഫിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ അതിൽ എനിക്ക് ഒരു സോളിഡ് കളർ വെച്ചിട്ട് ഫിൽ ചെയ്യാം. റെഡ്, ബ്ലൂ, അങ്ങനെ ഏത് കളർ വേണമെങ്കിലും എനിക്ക് ഉപയോഗിച്ച് ഫിൽ ചെയ്യാം. മറ്റൊരു ഓപ്ഷനാണ് ഗ്രേഡിയൻറ്റ് ഫിൽ. ഇതിൽ ഏതെങ്കിലും ഒരു പ്രീസെറ്റ് ഗ്രേഡിയൻസ് ചൂസ് ചെയ്യുക. ഇതിൽ ഗ്രേഡിയൻറ്റ് സ്റ്റോപ്സ് ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ കളറും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. എല്ലാത്തിലും അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ടു ഓൾ. മറ്റൊന്നാണ് പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ. അതുപോലെ തന്നെ പാറ്റേൺ ഫില്ലും ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാം. സ്ലൈഡ്സിൻ്റെ ലേഔട്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോം ടാബിൽ ലേഔട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതിലേക്ക് സ്ലൈഡ്സിൻ്റെ ലേഔട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ സ്ലൈഡ്സിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പഠിച്ചു, നോട്ട്സ് ആഡ് ചെയ്യാൻ പഠിച്ചു,
സ്ലൈഡ് നമ്പേഴ്സ് ആഡ് ചെയ്യാനും പഠിച്ചു. സ്ലൈഡ്സ് ഫോർമാറ്റ് ചെയ്യുന്നതും ലേഔട്ട് ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ ഡിസൈനിങ് പ്രസൻറ്റേഷൻസും പഠിച്ചു. സ്റ്റെപ്സ് മനസ്സിലാക്കി വെക്കുക. ഈസി ആയിട്ട് പവർ പോയിൻ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോയിൽ സ്ലൈഡ് ഷോ റൺ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.